വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഇരയായവർക്കായി മൂന്നാറിലെ തോട്ടം തൊഴിലാളികൾ 70 ലക്ഷം രൂപ നൽകും. വിവിധ തൊഴിലാളി യൂണിയനുകളുടെ സംയുക്ത യോഗത്തിലാണ് തീരുമാനം. AITUC, INTUC, CITU യൂണിയനുകളുടെ നേതൃത്വത്തിലാണ് പണം സമാഹരിക്കുന്നത്. മൂന്നാർ മേഖലയിലെ ടാറ്റ ടീ, KDHP, തലയാർ, HML കമ്പനികളുടെ എസ്റ്റേറ്റുകളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളിൽ നിന്നാണ് പണം സമാഹരിക്കുന്നത്. ഇതിനായി ഒരു ദിവസത്തെ വേതനം തൊഴിലാളികളുടെ അക്കൗണ്ടിൽ നിന്ന് കമ്പനികൾ യൂണിയനുകൾക്ക് കൈമാറും. വിവിധ തൊഴിലാളി യൂണിയനുകളുടെ സംയുക്ത യോഗത്തിലാണ് തീരുമാനം. AITUC, INTUC, CITU യൂണിയനുകളുടെ നേതൃത്വത്തിലാണ് പണം സമാഹരിക്കുന്നത്. തോട്ട മേഖലയിൽ പണിയെടുക്കുന്ന തോട്ടം തൊഴിലാളികൾ, അതല്ലാതെ ഉദ്യോഗസ്ഥന്മാർ, സ്റ്റാഫുകളും മറ്റ് ജീവനക്കാർ എല്ലാവരും ഒത്തൊരുമിച്ച് കൂടി ഒരു ദിവസത്തെ കൂലി ഏതായാലും 500 രൂപയ്ക്ക് അടുത്ത് വരും. ആ കൂലി കൊടുക്കാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. 3 യൂണിയനുകളും അതിനുവേണ്ടി ഒന്നിച്ചുകൂടി രാവിലെ ഞങ്ങൾ ചർച്ച ചെയ്തു. ഇതിനെപ്പറ്റി വിശദമായി ചർച്ച ചെയ്തു. സ്റ്റാഫ് യൂണിയനുണ്ട്, തൊഴിലാളികളുടെ യൂണിയനുണ്ട്. എല്ലാ യൂണിയനുകളും ചേർന്നാണ് ഇതുപോലൊരു സംരംഭത്തിലേക്ക് തുടങ്ങുന്നത്. കണ്ണന്തേവൻ്റെ 7 എസ്റ്റേറ്റുകളും ടാറ്റയുടെ പെല്ലിവാസൽ പെരിയനാൽ 2 എസ്റ്റേറ്റും കൂടാതെ ഹാരിസൺ മലയാളത്തിൻ്റെ 3 എസ്റ്റേറ്റും തലയാർ എസ്റ്റേറ്റ്, അങ്ങനെ ഈ എസ്റ്റേറ്റുകളെല്ലാം ചേർന്ന് ഏകദേശം 14,000 തൊഴിലാളികൾ വരും. ഇതല്ലാതെ പള്ളിവാസൽ പാക്കറ്റിംഗ് സെൻ്ററുണ്ട്, ഇൻസ്റ്റൻറ്റ് ഡിവിഷനുണ്ട്, ഹൈറേഞ്ച് സ്കൂളുണ്ട്. എല്ലാ ഡിവിഷനും എല്ലായിടത്തും ജോലി ചെയ്യുന്ന തൊഴിലാളികൾ ഉദ്യോഗസ്ഥന്മാരും ഒന്നു ചേർന്ന് ഒരു ദിവസം ശമ്പളം കൊടുക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇത് തൊഴിലാളികളിൽ നിന്ന് എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും തൊഴിലാളികൾ അങ്ങനെ ആഗ്രഹിക്കുന്നുമുണ്ട്. തങ്ങളുടെ സഹജീവികളെ സഹായിക്കുക എന്നുള്ളത് മൂന്നാറിലെ തൊഴിലാളികൾ എല്ലാ കാലവും ചെയ്ത് വന്നിരുന്ന കാര്യമാണ്. കമ്പനിയുടെ തൊഴിലാളികൾ, മാനേജ്മെൻറ്റ് സ്റ്റാഫുകൾ എല്ലാവരും ചേർന്ന് നിന്നുകൊണ്ട് ഒരു ദിവസത്തെ വേതനം കളക്ട് ചെയ്തുകൊണ്ട് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. വിവിധ കമ്പനികളിലായി 14,000-ഓളം തൊഴിലാളികളാണ് മൂന്നാർ മേഖലയിൽ ജോലി ചെയ്യുന്നത്. മൂന്നാറിന് സമാനമായ തോട്ടം മേഖലയിൽ ദുരന്തം സംഭവിച്ചതോടെ സഹായം നൽകണമെന്ന ആവശ്യവുമായി തൊഴിലാളികൾ തന്നെ മുമ്പോട്ട് വരികയായിരുന്നു. കൂടാതെ വിവിധ സ്റ്റാഫ് അസോസിയേഷനുകളും ജീവനക്കാരുടെ ഒരു ദിവസത്തെ ശമ്പളം കൈമാറാനുള്ള സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. യൂണിയൻ നേതാക്കൾ വ്യക്തിപരമായും പണം നൽകുമെന്നും സമാഹരിക്കുന്ന തുക മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൈമാറുമെന്നും നേതാക്കൾ പറഞ്ഞു. രാജ MLA, മുൻ MLA AK മണി, യൂണിയൻ നേതാക്കളായ MY ഔസേപ്പ്, VO ഷാജി, P പളനിവേൽ തുടങ്ങിയവർ സംസാരിച്ചു.